ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. രാവിലത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൊൺവീട്ടിലേക്ക് സ്വാഗതം. താണ്ടേ 4 മുട്ട നല്ലോണം തിളച്ച് മറിയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിറക്കാം. ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. ഇനി അതിലോട്ടിടാൻ പോകുന്നത് ഒരു തക്കാളി, 5-6 കുരുമുളക്, ഒരു സവാള. ഇത് എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വാടും. ഇതൊരു ചെറിയ തക്കാളി കറിയാണ് കേട്ടോ. തക്കാളി ചമ്മന്തി. ഇച്ചിരി കുരുമുളകും ഒരു പകുതി സവാളയും ഒരു തക്കാളിയും. ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അതിനകത്തിന് ഇനി കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തണുക്കുമ്പോൾ നമുക്ക് ചമ്മന്തിയാക്കാം. എൻ്റെ കറിവേപ്പിലയും കൂടെ കിടക്കട്ടെ, മണം കിട്ടും. അപ്പോൾ അത്രയും തക്കാളി ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ള ചമ്മന്തി അരയ്ക്കാം. അതിനകത്ത് ഞാൻ കുറച്ച് നല്ല വെള്ള തേങ്ങയാണ് കേട്ടോ. ഈ തേങ്ങ ഇങ്ങനെ തന്നെ തേങ്ങ വേണം. എന്നിട്ട് പകുതി പച്ചമുളക്, ഒരു 4 ചെറിയ ഉള്ളി, ഒരു കൂട്ടം ഇഞ്ചി, ഉപ്പ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുട്ട ഇറക്കാം. ഇനി അതിലോട്ട് കാപ്പിക്കുള്ള പാൽ ഒഴിക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കടകടാ വറക്കാം. പൊട്ടങ്ങനെ ചമ്മന്തിക്കുള്ളത് കേട്ടോ. ചമ്മന്തി ഇട്ടിട്ടുണ്ടോ? ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്. പാല് വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഇടയ്ക്ക് വെച്ചെൻ്റെ കൈയൊന്ന് പൊള്ളി കേട്ടോ. അതിൻ്റെ സൈഡിന് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പോൾ ഞാൻ തേക്കിൻ്റെ മണ്ടയിൽ കുമ്പത് എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചൊന്ന് ഇട്ട ഉടനെ അത് നീറ്റലങ്ങ് മാറി കേട്ടോ. വെള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എനിക്ക് വേണ്ടി കുറച്ച് തക്കാളി, അത് ഇച്ചിരി ഉപ്പ് ഇട്ട്, കാശ്മീരി മുളക്, തക്കാളി, സവാള ഇട്ടിട്ട് ഇത് വന്ന് അരച്ചുകൊണ്ട് വരാം. കോഫിക്കുള്ള പാലൊക്കെ തിളച്ചുണ്ട്. നമുക്ക് കോഫി പൗഡർ ഇടാം. അപ്പോൾ അത് ഇട്ടു. അതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ഇറക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ദോശയ്ക്കുള്ള തവ വെച്ചിട്ടുണ്ട്. നമുക്ക് നെയ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളച്ചമ്മന്തി റെഡി, തക്കാളി ചമ്മന്തി റെഡി, കോഫി റെഡി. ഇത് അടച്ചു വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ നെയ് റോസ്റ്റിന് കുറച്ച് നെയ്യ് ഒഴിക്കും. അപ്പോൾ നമ്മുടെ നെയ് റോസ്റ്റ് ഇവിടെ റെഡിയായി. തിരിച്ചിടാം. നെയ് റോസ്റ്റ് തിരിച്ചിടുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരു തുള്ളി നെയ്യ് ഇങ്ങനെ ഒഴിച്ചേക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ് റോസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് നെയ് റോസ്റ്റ് ഇഷ്ടമല്ല, ചെറിയ തട്ടുദോശ ഇഷ്ടം. തട്ടുദോശ
അപ്പോൾ ഒരപ്പ് നെയ്റോസ്റ്റ്, 2 മുട്ട, വെള്ളച്ചമ്മന്തി, പാൽക്കാപ്പി. എനിക്ക് തട്ടുദോശ, തക്കാളി ചമ്മന്തി, പാൽക്കാപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇത് കണക്ക് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനത്തെയാണ്. ഓക്കേ, ഇതിന് ഒരു ലൈക്കൊക്കെ തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. ഓക്കേ.